ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ഈ ദിവസങ്ങളിലൊന്നും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് പുതിയ വീഡിയോ കാണാത്തത്. തീർച്ചയായിട്ടും ഒരു ദിവസം 1-2 ദിവസമൊക്കെ ചാനൽ വീഡിയോ മുടങ്ങുന്ന സമയത്ത് പലരും തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിടുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല വിഷമത്തോടെ ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ പപ്പായുടെ അച്ഛൻ ഈ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു മരണമാണ്. അതങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാലുണ്ട്. അതിൽ നിന്ന് ഓർക്കമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസമൊന്നും വീഡിയോ ചെയ്തിടാതെ ഇരുന്നത്. ആൾക്ക് 82 വയസ്സുണ്ട്. അപ്പോൾ പലരും പറയും പ്രായമായവരൊക്കെ മരിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പ്രായമായി പോയതാണെന്നുള്ള ചിന്തകളൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് അപ്പച്ചനായി അല്ലെങ്കിൽ പ്രായമായി എന്ന് എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അദ്ദേഹം നല്ല ആക്റ്റീവായിരുന്നു, നല്ല ബുദ്ധിയിൽ അദ്ദേഹം നല്ല ഷാർപ്പായിരുന്നു, നല്ല ചിന്തകളും നന്നായിട്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. ഗവൺമെൻറ് ജീവനക്കാരനാണ്, പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തത്. സാമൂഹിക ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ, അങ്ങനെ നല്ല ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു ആളായിരുന്നു. ഒരു കാര്യത്തിന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വിഷമമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പെട്ടെന്നുണ്ടായ ഒരു വേർപാടായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിടാത്തത്. വരും ദിവസങ്ങളിൽ മുതൽ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുന്നതാണ്. അപ്പച്ചൻ്റെ പേര് KM ജോസഫ് കൊച്ചുതോട്ടത്തിൽ എന്നാണ് അറിയപ്പെടുന്നത്. KM ജോസഫ് എന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർക്കുക, ഫാമിലിയായിട്ട് ഓർക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നാളെ മുതൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോകളായിട്ട് കാണാം. മരണം ഇതെല്ലാം ഒരു വേർപാടാണ്. എങ്കിൽ പോലും അത് മറക്കാനായിട്ടുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അത് മറന്നത് ഓർമ്മയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നമുക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം, അതും അറിയാം. തീർച്ചയായിട്ടും അതുകൊണ്ട് വീണ്ടും നമുക്ക് നാളെ മുതൽ പുതിയ വീഡിയോകളായിട്ട് കാണാം. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു.